ഹായ്, നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിക്കൻ റോസ്റ്റ് ചെയ്യും. നോക്കണോ, ചിക്കൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാം കഴുകി വൃത്തിയാക്കി നമുക്കിനി റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ചിക്കൻ മേടിക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ പാപ്പുവിനും കൂടെ ആവുമല്ലോ. പാപ്പു ചിക്കനൊക്കെ കഴിക്കും. അപ്പം അവനൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ മുഖ്യമായിട്ടും വാങ്ങിക്കുന്നത്. അതെ, അവൻ്റെ ചിക്കനാണ്, കടലി അങ്ങനെയുള്ളതൊക്കെ അവനാണ്. പിന്നെ ഒരു കഷ്ണോടൊക്കെ കൊടുക്കും, വേണ്ട ഒരുപാടായാലും ശരിയാവത്തില്ല. അപ്പോൾ നമുക്കിത് റോസ്റ്റ് കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കത് വെളിയിലിട്ട് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അകത്ത് വെച്ചിട്ടാണ്. ഈ പ്രാവശ്യം കുറേ ബീഫിൻ്റെ വീഡിയോ ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ വീഡിയോ വെളിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യം വീഡിയോ അകത്ത് വെച്ചിട്ട് ചെയ്യുന്നു. ഞങ്ങൾ കുറേ വീഡിയോ വെളിയിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. ചിക്കൻ വെളിയിൽ വെച്ച് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് വെളിയിൽ അടുപ്പൊക്കെ കത്തിച്ചിട്ട് കൂടി വരാം. ഞങ്ങൾ ചിക്കൻ വെക്കാനായിട്ട് കൊച്ചുള്ളിയും ഇഞ്ചിയൊക്കെ എടുത്ത് അപ്പം കാന്താരി മുളകിടാമെന്ന് വിചാരിച്ചു. അതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വെള്ളക്കാന്താരി പറിച്ചെടുക്കുവാണ്. മുളക് കാണിക്കണ്ട, കാരണം അത് വാടിക്കരിഞ്ഞ് ഒരു തുള്ളി വെള്ളം പോലും അതിൻ്റെ അടിയിലില്ല. അപ്പം നമുക്കിത് അരിഞ്ഞെടുത്തിട്ട് വരാം. ചട്ടി എടുത്തുകൊണ്ട് പോവാണ്. ചട്ടി വെച്ചു. നമ്മൾ കൊച്ചുള്ളിയാണ് എടുക്കുന്നത്. അതെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കും. വട്ടത്തിലൊന്നുമല്ല, ഒന്ന് പിളന്നെടുക്കുക. കാരണം പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇല്ലെങ്കിലുണ്ടല്ലോ ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കും, വഴന്നു വരണം. സവാള ഒന്നും ചേർക്കുന്നില്ല, സവാള ചേർക്കാതാണ് ചിക്കൻ വെക്കുന്നത്. ഞങ്ങൾ അടുപ്പിൽ ചട്ടിയൊക്കെ വെച്ച് തീയൊന്നും കത്തിച്ചിട്ടില്ല. പക്ഷെ വെളിയിൽ ക്യാമറമാനാണ് പറഞ്ഞത് വെളിയിൽ നമുക്ക് ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ കൈയൊന്ന് മുറിഞ്ഞ് 2 ദിവസമായി. കാരണം ഉള്ളിയൊക്കെ അരിയുമ്പോൾ ഒരു ഭയങ്കര നീറ്റിൽ വേണ്ട. സെപ്പറേറ്റ് ഒന്നുമല്ല അരിയുന്നത്, ഒന്നിച്ചങ്ങരിയ. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് തീ കത്തിക്കാം. അപ്പോഴത്തേക്ക് തീ കത്തിക്കുന്നതായിട്ട് പിന്നെ വരാം. അങ്ങനെ തീ കത്തിച്ചിട്ടുണ്ട്. തീ നല്ലോണം കത്തിയാണ്. ഇനി ചട്ടി ഒന്ന് ചൂടാവട്ടെ. നല്ല പുകയുണ്ട്. പിന്നൊരു കാര്യമുണ്ടേ, ഞാൻ ആദ്യം മുതലൊരു കാര്യം പറയാം. നല്ല മഴക്കോളുണ്ട്. ചിക്കൻ റോസ്റ്റ് പകുതി വെച്ചിട്ട് എടുത്തുകൊണ്ട് ഓടേണ്ട ഗതികേട് വരുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഭാഗ്യപരീക്ഷണം. അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിക്കുകയാണ്. വേണ്ടോ, എണ്ണ ചുറ്റിച്ചിട്ടുണ്ട്. എണ്ണ പോരാ, നല്ലോണം ചുറ്റി വരട്ടെ. ഇനി എണ്ണ ചൂടാവട്ടെ. ചൂടായാലും നല്ലോണം ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ പെട്ടെന്ന് ചൂടാവും. ഇതുകൂടാതെ നമുക്ക് കടുക് ഇടാം. ക്യാമറമാൻ്റെ കണ്ണ് നീറാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ കരഞ്ഞു. അപ്പുറത്തേക്കോ കടുക് ഇടാൻ പോവാണ്. ഞാൻ വിചാരിച്ച എണ്ണ ചൂടായില്ലായിരിക്കും. ഒന്ന് ചൂടായി. കടുക് പൊട്ടുന്നു. വെളി വെച്ച് ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേറൊരു ഇതല്ലേ, നല്ല ഇതാണ്. കാരണം അതിനൊരു പ്രത്യേക വൈബാണ്. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും വെളിയിലോട്ട് വരുന്നത്. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഉലുവയും കൊള്ളാം. ഉലുവയിട്. നല്ല തീയുണ്ട്, പക്ഷെ എന്നാലും കടുക് ഇട്ടിട്ടങ്ങോട്ട് ഒരു മൈൻഡില്ല എണ്ണയ്ക്ക്. അത്ര ഉലുവ ഇട്ട് കഴിക്കും, കുറച്ച് കേട്ടോ.
മതി. ഉലുവായിട്ട് സൗണ്ട് കേൾക്കുന്നില്ലേ? ഞങ്ങൾക്ക് കേൾക്കാം, പൊട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഉലുവയും കടുകും കൂടെ കിടന്ന് പൊട്ടി വരുന്നുണ്ട്. അന്നേരത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇടാം. എന്തെന്നറിയാമോ, ഉള്ളി തിരിഞ്ഞിരുന്നു. ഞാൻ കാന്താരിമുളക് ഉള്ളി ഇടുവാണ്, എല്ലാം കൂടെ ഇടുവാണ്. അപ്പോൾ അതിനകത്ത് കാന്താരിമുളക് ഞാൻ പൊട്ടിച്ചിട്ടില്ല. കാന്താരിമുളക് ഇട്ടാൽ പൊട്ടിച്ചെടുക്കും. അത് കാരണം കാന്താരിമുളക് മാറ്റി വെച്ചിട്ട് വേണം കുറച്ചുകൂടെ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത് എല്ലാം കൂടി സെപ്പറേറ്റ് ഒന്നും ആക്കുന്നില്ല. നമുക്കൊരു മുളക് പോയിട്ടുണ്ട് കേട്ടോ, മുളക് മെടിക്കട്ടെ, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് അരി കിടക്കുന്നതുകൊണ്ട്. മുളക് അതിനകത്തൊരു മുളക് വീണിട്ടുണ്ട്. അത് കാരണം ക്യാമറമാൻ ചാടി എഴുന്നേറ്റുകയും ചെയ്യും. മുളകെന്ന് പറഞ്ഞിട്ട് പോയി, വണ്ടി വിട്ട്. വെള്ളക്കാന്താരിയാണ്, പച്ചമുളക് മാറ്റിയിട്ട് വെള്ളക്കാന്താരി, നല്ല എരിവുള്ള കാന്താരി. ഞങ്ങൾ അതിൻ്റെ ചെവിട്ടിലിരുന്നിട്ടാണ് പാചകം ചെയ്യുന്നത്. കാന്താരി മുളകിൻ്റെ കണ്ടോ, കാന്താരി ചിക്കൻ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അങ്ങനെ പറയത്തില്ല, റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ പറയും. ഇത് കത്തിട്ട് നല്ലോണം ഒന്ന് കത്തി എടുത്തപ്പോഴത്തേക്ക് ഇത് കണ്ടോ, അതിൻ്റെ സൈഡിൽ കൂടെ പാപ്പു ചിക്കൻ്റെ മണം കേട്ട് വന്നിട്ടുണ്ട്. തപ്പുവാണ് പാപ്പു. കണ്ടോ, ഇളക്കൊക്കെ കണ്ടോ, എപ്പോൾ ഉള്ളി വരുന്നു എന്നൊന്ന് ചോദിച്ചാൽ മതി. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇത്രയൊക്കെ സാധനം കുറച്ചെടുത്തതെന്ന് വെച്ചാൽ ഒരുപാട് ചിക്കനില്ല, നമ്മൾ കുറച്ച് ചിക്കനാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ നമ്മൾ കുറച്ചെടുത്തത്. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പാപ്പു കയറി അങ്ങോട്ട് വരും, ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ പാപ്പു എൻ്റെ കൂടെ ഇങ്ങോട്ട് വരും. പറയാൻ പറ്റുന്നില്ല. കറിവേപ്പില ഇടാതെ നമുക്ക് കിലുക്കി വരുമല്ലോ, കിലുക്കം കേൾക്കുമ്പോൾ അറിയാം പുറകിന് നടക്കുകയാണ്. അതിനെന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് കാണണം. അതിനാണ് കറിവേപ്പില നമുക്കിച്ചിരി വഴന്ന് വരട്ടെ. കറിവേപ്പില ഉപ്പിട്ട് ഉള്ളിയൊന്ന് വഴന്ന് വരുന്നുണ്ട്. നമ്മളിതിനകത്ത് കാന്താരിമുളക് ഇട്ടേക്കുന്നത് കൊണ്ട് ഒരുപാട് എരിവിടത്തില്ല, കുറച്ച് മുളക് പൊടി എടുത്തുള്ള കുരുമുളകും മസാലപ്പൊടിയൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ കാന്താരി എന്ന് പറഞ്ഞാൽ എന്ത് കയറി ഇപ്പോൾ ഇറച്ചിക്കകത്ത് അതിനൊരു വേറൊരു ടേസ്റ്റ് കിട്ടും, ഭയങ്കര എരിവായിരിക്കും. അത് ഒന്ന് മൂത്തിട്ട് വരട്ടെ. അതും അതില്ല ഞങ്ങൾ ഇതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇതാ മഞ്ഞപ്പൊടി ഇട്ടു. അതിൻ്റെ സൈഡ് കണ്ടോ, അതിൻ്റെ അടിയിൽ കൂടെ ഒരാൾ മൂന്ന് പോകുന്നുണ്ടോ കേട്ടോ. അവൻ ചിക്കൻ എന്താണെന്ന് അറിയാനായിട്ട് വരിക. പാപ്പു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരെ വേണ്ടതിനെ കാണിക്കുന്നുണ്ടോ. എന്ത് പെട്ടെന്നാണ് ഇതെല്ലാം കളറ് മാറിയല്ലേ. ഉള്ളി മൂട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിന് ചേരാനുള്ള ചേരുവകളൊക്കെ എടുത്തിട്ട് വരാം. അതിന് ഉള്ള ആവശ്യമുള്ള പൊടി ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ മസാല, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, കായം, ഇത്രയുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്ത് ഇടണം.
ഈ സൈഡ് ചേർത്തിളക്കുക. നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിനകത്ത് അതെല്ലാം കൂടെ യോജിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ചിക്കൻ ഇടുവേ. ചിക്കൻ ഇടുമ്പോൾ ആ കാന്താരിമുളകും എല്ലാം വെന്ത് യോജിച്ച് പോകും. അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയെടുത്തിട്ട് ഒന്ന് മൂക്കണം, മസാല മൂപ്പിച്ച് വരാം. ഇത് എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്ത് കായം ചേർത്തിട്ട്, കായം ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലതാണ്. മീൻ വേവിക്കുമ്പോഴും ചിക്കനോ ഇറച്ചിയൊക്കെ വയ്ക്കുമ്പോൾ കായം ഇടുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ കായം ചേർത്തതിന് ശേഷം നമ്മൾ ചിക്കൻ വാരി അതിലിടാം. കുറച്ച് ചിക്കനേ ഉള്ളൂ, അത്രയും ചിക്കൻ മതി. നമുക്ക് മസാല ചേർത്ത് ആ കാന്താരിയൊക്കെ കാണുന്നുണ്ട്, പക്ഷേ വെന്ത് വരുമ്പോൾ കാന്താരിയൊന്നും കാണില്ല. ഇളകാൻ തുടങ്ങി. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി നോക്കിയപ്പോൾ തന്നെ കാന്താരിയൊക്കെ ചെറിയ എരിവ് മതി. കാരണം കാന്താരിയാണ് കൂടുതൽ കിടക്കുന്നത്, അതുകൊണ്ടാണ്. നമ്മൾ അരപ്പിന് ഉപ്പിട്ടായിരുന്നു. എന്നാലും നമുക്ക് ചിക്കന് ലേശം കൂടെ ചേർത്ത് വേണം വയ്ക്കാനായിട്ട്. ഇത് ചിക്കൻ നമ്മൾ അരപ്പിന് ഉപ്പിട്ടതാണ്, അതുകൊണ്ട് കുറച്ച് എല്ലാത്തിലും പിടിക്കത്തക്ക വിധത്തിൽ ഉപ്പിടുന്നത്. നമുക്ക് ഒന്നാണ് ഇളക്കി. പിന്നെ അധികം വെള്ളം ഇതിനകത്ത് ഒഴിക്കരുത്. ചിക്കൻ ഒരു വെള്ളമുണ്ട്, അത് കൂടാതെ ഒരു ശകലം വെള്ളം കൂടെ നമ്മൾ ഒഴിക്കാവുള്ളൂ. എന്നാൽ ഇതൊന്ന് തടുത്ത്, അതായത് ഒതുക്കി വെച്ചിട്ട് നമുക്ക് നോക്കാം വെള്ളം ഇറങ്ങുമോ ഇല്ലെന്ന്. ഇതൊന്ന് ഇതായി വരട്ടെ. നമ്മൾ ചിക്കനെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് തുറക്കാം. ഇതാകണ്ട തുറന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കാം. നമ്മൾ വെളിയിലൊക്കെ വെച്ച് ചെയ്യുന്നതല്ലേ, അപ്പോൾ നമുക്ക് ശകലം കളയാം. കളഞ്ഞിട്ട് ടേസ്റ്റ് നോക്കാതെ. അവിടെ കയ്യിൽ ഞാൻ കൊടുക്കുവാണ്, എൻ്റെ ക്യാമറമാനാണ്. ടേസ്റ്റ് ഉണ്ടോയെന്ന് പറയണേ. അടിപൊളി ടേസ്റ്റ് ഉണ്ടോ? നമ്മൾ ആദ്യമേ കണ്ടത് കൂട്ടല്ല, നല്ല രുചിയുണ്ടല്ലേ. ചിക്കൻ കറി ഇഷ്ടപ്പെട്ടോ? അടിപൊളി. എരിവ് ഒരുപാടില്ലല്ലോ. ഇല്ല, ഇത്രയും ചിക്കൻ ഇട്ട് അത് ഇതിട്ടെങ്കിലും നമുക്കിതിലൊരു കഷ്ണം നോക്കാം. വരട്ടെ ആൻറ്റി. പീസ് ഇങ്ങനെ കയ്യിലെടുക്കുക കേട്ടോ. കാരണം എന്താ പറയുക, ഇത് ചൂടുണ്ട്. ഇതിൽ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ, മസാലയും കാര്യങ്ങളും എല്ലാം. ഇനി ഒന്നും ചേർക്കണ്ടല്ലോ. അത് കുഴപ്പമില്ല, അത് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറയില്ല, ഒരുപാട് നമ്മൾ അത് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അടച്ച് വെച്ച് എല്ലാം ചേർത്തൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പം ഈ കാന്താരിയൊക്കെ ഇട്ട ചിക്കൻ റോസ്റ്റ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അഭിപ്രായങ്ങളും കിട്ടിയിട്ടുണ്ട്. ഉപ്പും എരിവൊക്കെ ഉണ്ട്. എന്നാൽ ഇത് കാണുമ്പോൾ എല്ലാവരും എനിക്ക് എരിവ് കുറവായിരിക്കുന്നു, പക്ഷെ അല്ല, കാന്താരി ഉള്ളത് കാരണം, കുരുമുളക് ഉള്ളത് കാരണം നല്ല എരിവുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.